ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഹിന്ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ 6ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ അടക്കം നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഹിന്ദിയുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. ഹിന്ദിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി പറയാന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലവണ്ണം വായിച്ചാൽ തന്നെ നമുക്ക് പകുതിയിലധികം മാർക്കും ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ എല്ലാ ആൻസറും ക്വസ്റ്റ്യനിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിടേണ്ട ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനോ വരും. ബാക്കി 4 ക്വസ്റ്റ്യൻസ്. നമുക്ക് മൊത്തം ആക്ടിവിറ്റി 6 ആണുള്ളത്. അതിൽ 5 എണ്ണം നമ്മൾ എഴുതിയാൽ മതി. ആദ്യത്തെ ആക്ടിവിറ്റി നിർബന്ധമാണ്. ബാക്കിയുള്ളതൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല തറവായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം, പിന്നെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് ഈ സമയം. ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ആക്ടിവിറ്റി നിർബന്ധമാണ്. പിന്നെ 2 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റിയിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ഗണ്ട് പഠി ഒരു പ്രശ്നമൊക്കെ ഉത്തരലേക്ക്. ഗണ്ട് എന്ന് പറഞ്ഞാൽ ഈ പാസേജ് നിങ്ങൾ വായിക്കുക, എന്നിട്ട് ഉത്തരം എഴുതുക. ചന്ദൻ വൻ മേ സബി ജാൻവർ മിൽ ജുൽക്കർ രഹത്തെ തെ. ചന്ദൻ വനത്തിൽ എല്ലാ ജാൻവർ എന്ന് അറിയാലോ, മൃഗങ്ങൾ, ആനിമൽസ്. മിൽ ജുൽക്കർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്, രഹത്തെ തെ കഴിഞ്ഞിരുന്നു, താമസിച്ചിരുന്നു. വൻ മേ വനത്തിൽ, നദിക്ക് പാസ് നദിയുടെ അടുത്ത്, ഏക സ്കൂൾ ഒരു വിദ്യാലയം, ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. ജാൻവരോं के सभी बच्चे, മൃഗങ്ങളുടെ എല്ലാ കുട്ടികളും വഹാം പഠനെ ജാത്തെ തെ അവിടെ പഠിക്കാൻ പോയിരുന്നു. സ്കൂൾ കാ ടീച്ചർ ജംബോ ഹാത്തി താ. സ്കൂളിലെ ടീച്ചർ ആരായിരുന്നു? ജംബോ ഹാത്തി ആയിരുന്നു. സ്കൂൾ കെ സബി ബച്ചെ ഹോഷിയാർ തെ. സ്കൂളിലെ എല്ലാ കുട്ടികളും ഹോഷിയാർ തെ എന്ന് പറഞ്ഞാൽ സമർത്ഥന്മാരായിരുന്നു, സ്മാർട്ടായിരുന്നു. അപ്പോൾ 5 സെൻറ്റൻസേ നമുക്കുള്ളൂ. 6 സെൻറ്റൻസ് ഉണ്ട്. ഇതിൽ തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരവുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. അപ്പോൾ ജാൻവർ കഹാ രഹത്തെ ഹേ, എവിടെയാണ് മൃഗങ്ങൾ താമസിച്ചിരുന്നത്? അതിന് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. സുന്ദർ വൻമേ, അശോക് വൻമേ, നന്ദൻ വൻമേ, ചന്ദൻ വൻമേ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ ഇത് വായിച്ചിട്ടുണ്ടല്ലേ. ചന്ദൻ വൻമേ സബി ജാൻവർ മിൽ ജുൽക്കർ രഹത്തെ തെ അല്ലേ. രഹത്തെ തെ താമസിച്ചിരുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചന്ദൻ വൻമേ, 1 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത സ്കൂൾ കഹാത്ത, സ്കൂൾ എവിടെയായിരുന്നു? അത് നമ്മൾ അടുത്ത ലൈനിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ. നദിക്ക് പാസ് ഹേക്ക് സ്കൂൾ താ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പഹാഡ് കെ പാസ് അല്ല, താലാബ് കെ പാസ് അല്ല, നദി കെ പാസ്. അപ്പോൾ അത് അവിടെ തന്നെ ഉണ്ട്. 2ാമത്തെ സെൻറ്റൻസിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ട്. ഇനി 3ാമത്തെ സ്കൂൾ കാ ടീച്ചർ കോണത്തെ, സ്കൂളിലെ ടീച്ചർ ആരായിരുന്നു? ജംബോ ഹാത്തി, ബല്ലു ബാലു, ചീക്കു ഖർഗോഷ്, മിട്ടു ബന്ദർ. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇവിടെ ഉണ്ട്. സ്കൂൾ കാ ടീച്ചർ ജംബോ ഹാത്തി താ. അപ്പോൾ അതിൻ്റെ ഉത്തരം അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 3 മാർക്ക് കിട്ടി. ഇനി അടുത്തത് സ്കൂൾ കെ ബച്ചെ കൈസേ തെ. സ്കൂളിലെ കുട്ടികൾ എങ്ങനെയുള്ളവരായിരുന്നു? എങ്ങനെയായിരുന്നു? ഹോഷിയാർ തെ, സ്മാർട്ടായിരുന്നു അല്ലേ. അപ്പോൾ ബലവാൻ, മൂർക്ക്, ആലസി അതൊക്കെ തെറ്റാണ്. ഹോഷിയാർ ഇവിടെ ഉണ്ട്. ഈ ഹോഷിയാർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതെടുത്ത് എഴുതുക. ഇനി 4ാമത്തെ ചോദ്യം എന്താണ്? സഹി പ്രസ്താവന ചുൻകർ ലിഖെ. ശരിയായ പ്രസ്താവന എഴുതുക. അതിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ 1 മാത്രമേ ശരിയുള്ളൂ. അപ്പോൾ അത് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. സബി ജാൻവർ ചന്ദൻ വൻമേ അസന്തുഷ്ടി രഹത്തെ തെ. അസന്തുഷ്ടായിട്ടാണോ, സന്തോഷമില്ലായിട്ടാണോ അവർ താമസിച്ച? എല്ലാവരും സന്തോഷത്തോടെ ആയിരുന്നു ജീവിച്ചിരുന്നത്. സബി ജാൻവർ ചന്ദൻ വൻമേ മിൽ ജുൽക്കർ രഹത്തെ തെ. ഈ വേർഡ് നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ വായിച്ചിട്ടുണ്ടല്ലേ. ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് ചന്ദൻ വൻമേ സബി ജാൻവർ മിൽ ജുൽക്കർ രഹത്തെ തെ. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ്. അപ്പോൾ ഇതാണ് ശരിയായ ഉത്തരം. ഇനി നമ്മൾ അടുത്തൊന്നും വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഉത്തരം കിട്ടി. അപ്പോൾ 5 ചോദ്യങ്ങളുടെ ഉത്തരം എവിടെ തന്നെ ഉണ്ട്? നമ്മുടെ ഈ ചെറിയ പാസേജിലുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക, 5 മാർക്ക് സ്കോർ ചെയ്യുക. ഇനി 2ാമത്തെ പ്രവർത്തനം നോക്കാം. ഹിന്ദുസ്ഥാൻ ഹമാര പാട് കാ യഹ് ഹംശ് പഠേ ഓർ പ്രശ്നോं का उत्तर लिखे.
അപ്പോൾ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പാഠഭാഗത്തിലെ ചോദ്യമാണുള്ളത്. എന്താണ് ചോദ്യം? നമുക്ക് വായിച്ച് നോക്കാം. ഭാരത് संसार एक भारत संस्कार के ऐसा ताज है जिसको चमक विश्व पर फैली है. അപ്പം ഭാരതത്തിൻ്റെ ചമക്കാർ, ഭാരത് സംസാർ കെ ഏസാ താസ് ഹെ ജിസ്കി ചമക് വിശ്വ പർ ഫൈലി ഹെ. അപ്പോൾ ഭാരതത്തിൻ്റെ ആ ഒരു ചമത്കാർ ലോകത്ത് മുഴുവനും വ്യാപിച്ചിട്ടുണ്ട്. ഇസ്കി ഖൂബ്സൂരത് ഭൗഗോളിക് ഝലക് സമയ സമയ പർ രംഗ് ബദൽത്തെ അനോഖെ മൗസം शान बनी संपन्न संस्कृति सब वह इस ताज में जड़े हीरे है. അപ്പോൾ ഇതിൽ ഈ ഒരു കിരീടത്തിലുള്ള മുത്തുമകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് യഹ് കിസ് ദേശ് കാ വർണ്ണം കർത്തേ ഹെ. അപ്പോൾ ഇത് ഏത് രാജ്യത്തെക്കുറിച്ചാണ് ഈ ഡിസ്കഷനൊക്കെ നടക്കുന്നത്? ഭാരത് ക അല്ലേ, ഭാരത് സംസാർന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഭാരത് കാന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ ഉത്തരം കിട്ടി. ഇനി അടുത്തത് നമുക്ക് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇത് നമ്മൾ ഈ പാസേജ് വായിച്ചല്ലോ, നമ്മൾ അർത്ഥമൊന്നും മനസ്സിലാക്കണമെന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് അങ്ങോട്ട് മാച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഗണ്ട് കെ ആധാർ പർ സഹി മിലാൻ കരെ. അപ്പോൾ ഇത് നമ്മൾ യോജിപ്പിക്കേ വേണ്ടു. അപ്പോൾ നമുക്ക് നോക്കാം. അനോഖെ മൗസം ഇവിടെ തന്നിട്ടുണ്ടല്ലേ, അനോഖെ മൗസം. അപ്പം എന്താ രംഗ് ബദൽത്തെ അനോഖെ മൗസം എന്നാണ്. അനോഖെ മൗസം എങ്ങനെയുള്ളതാണ്? രംഗ് ബദൽത്തെ. അപ്പോൾ അതിവിടെ ഉണ്ടോ നോക്കാം. യെസ്, രംഗ് ബദൽത്തെ ഇവിടെ ഉണ്ട്. അപ്പോൾ അനോഖെ മൗസം രംഗ് ബദൽത്തെ. ഇനി അടുത്ത സമ്പന്ന സംസ്കൃതി. ഈ സമ്പന്ന സംസ്കൃതി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകുള്ള നോക്കുക, ഇപ്പുറം വായിച്ചു നോക്കുക. ഷാൻ ബനി സമ്പന്ന സംസ്കൃതി, അതിവിടെ ഉണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് സമ്പന്ന സംസ്കൃതി ഭാരത് കി ഷാൻ ഹെ താസ്മി ജഡേ ഹീരെ ഹെ. ജഡേ ഹീരെ എന്ന് പറഞ്ഞാൽ മുത്തുകൾ, അതായത് നമ്മുടെ അഭിമാനമാണ് എന്നാണ് അർത്ഥം. ഇനി ഭാരത് കി ചമക്കിൻ്റെ കൂടെ നമുക്ക് എന്താ? ഭാരത് കി ചമക്ക് വിശ്വ പർ ഫൈലി ഹെ. അപ്പോൾ നമുക്ക് ഇതിനോട് യോജിപ്പിക്കാം. ഇനി ഭൗഗോളിക് ഝലക് എന്താണ്? ഇസ്കി ഖൂബ്സൂരത് ഭൗഗോളിക് ഝലക്. അപ്പോൾ ഖൂബ്സൂരത്ത്. ഓക്കെ, അപ്പോൾ 4 നമ്മൾ മാച്ച് ചെയ്തു. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ശരിയായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 5 മാർക്കാണ് കിട്ടുക. ഓരോന്നിനും ഇവിടെ ഓരോ മാർക്കാണ്, ഇതിനൊരു മാർക്ക്, അങ്ങനെ മൊത്തം 5 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. മുർജായ ഫൂൽ എന്നുള്ള കവിതയാണ്. മുർജായ ഫൂൽ നിങ്ങൾക്കറിയാം ആരാണ് എഴുതിയെന്ന്? സുഭദ്രകുമാരി ചൗഹാനാണ് എന്തെഴുതിയത്? മുർജായ ഫൂൽ എഴുതിയത്. അപ്പോൾ എന്താ പറയുന്നത്? യഹ് മുർജായ ഫൂൽ ഹെ. ഇതൊരു വാടിയ പൂവാണ്. യഹ് മുർജായ ഫൂൽ ഹെ. ഇസ്കെ ഹൃദയ ദുഃഖാന നഹി. ഇതിനെ വേദനിപ്പിക്കരുത്. സ്വയം ബിഗർനെ വാലി ഇസ്കോ. ഇത് സ്വയം ചിതറുന്നതാണ്. പങ്കുടിയം ബിഖരാന മത്ത്. അതിനെ ചിതറിക്കരുത്. അതായത് വേദനിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടുതൽ നമ്മൾ വേദനിപ്പിക്കരുത് എന്നാണ് ഇതിനർത്ഥം. ഗുസറോ അഗർ പാസ് ഇസെ ചോട്ട് പഹഞ്ചാന മത്ത്. ഇതിൻ്റെ അടുത്തുകൂടി കടന്നു പോവുകയാണെങ്കിൽ അതിനെ മുറിവേൽപ്പിക്കരുത്. ഓക്കെ, ഗുസറോ അഗർ പാസ് നടന്നു പോവുകയാണെങ്കിൽ, ചോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വേദന. ഓക്കെ, ഇനി അടുത്തത് കവിതാംശമേ കിസ്ക വർണ്ണൻ ഹെ. കവിതയിൽ ആരെക്കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്? അറിയാമല്ലേ? खिले हुए फूलिനാണോ, താസ ഫൂൽക്കാണോ, മുർജായ ഹുയെ ഫൂൽക്കാണോ, പീലെ ഫൂൽക്കാണോ? അപ്പോൾ നമുക്കറിയാം മുർജായ ഹുവെ ഫൂൽക്കാണ്. ഇത് എഴുതിയ ഒരു മാർക്കാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇൻമേ ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ഇതിൽ 2 ശരിയായ പ്രസ്താവനകൾ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം എഴുതാൻ നോക്കാം. മുർജായ ഫൂൽ ക ഹൃദയ നഹി ദുഃഖാന ഹെ. അത് ശരിയാണല്ലേ, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇസ്ക ഹൃദയ ദുഃഖാന മത്ത്. മത്ത് എന്നാണ് ദുഃഖിപ്പിക്കരുത് എന്നാണ് അർത്ഥം. ഓക്കെ, ഹൃദയ നഹി ദുഃഖാന, അത് ശരിയാണ്. മുർജായ ഫൂൽ ക ഹൃദയ ദുഃഖാന ഹെ.
വേദനിപ്പിക്കണം എന്നാണോ പറഞ്ഞത്? അല്ല. ഇനി മുർജായെ ഹുയെ ഫൂൽ കി പങ്കുടിയാം കോ നഹി ബിഖരാന ഹെ. ഇവിടെയും പറഞ്ഞെന്താണ്? അതിൻ്റെ പങ്കുടിയാം നഹി ബിഖരാന ഹെ എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കൊടുത്തിക്ക മുർജായെ ഫൂൽ ക പങ്കുടിയാം ബിഖരാന ഹെ, അത് തെറ്റാണ്. അപ്പോൾ ഇതിൽ സഹി പ്രസ്താവന ഇത് രണ്ടും ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം. മുർജായ ഫൂൽ കെ പാസ് സെ गुजरने पर इसे चोट मत पहुँचाने, ये हाशई वाली पंक्तियाँ കവിതാംശ से ചുൻകെ ലിഖെ. അതായത് പൂവിൻ്റെ അടുത്തു കൂടെ പോകുമ്പോൾ അതിനെ വേദനിപ്പിക്കരുത്. ഈ അർത്ഥം വരുന്ന ഹാഷി വാലി പങ്ക്തി, ഈ അർത്ഥം വരുന്ന വരികൾ കവിതയിൽ നിന്ന് എഴുതാനാണ്. അപ്പോൾ ആ അർത്ഥം വരുന്ന നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടല്ലോ, ഇതാ ഗുസരോ അഗർ പാസ് സേ ഇസേ ചോട്ട് പഹുഞ്ചാന മത്ത്. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്കാണ് കിട്ടുക. ഓക്കെ, അപ്പം നല്ല ശ്രദ്ധിച്ച് വായിക്കുക. ഇതിൽ ഒരൊറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം വരും പുറത്തുനിന്ന് എഴുതേണ്ടി വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ഹിന്ദി നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. ഇനി അടുത്തത് ആക്ടിവിറ്റി നോക്കാം. ഇൻസാനിയത് കെ മിസാൽ എന്ന പാഠഭാഗത്ത് നിന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ബദ്രീനാഥ് ഉത്തരാഖണ്ഡ് മേ ഏക് സൈലാബ് നെ ബദ്രീനാഥ് में भी जमकर तबाही मचाई, हजारों तीर्थ वाली बुरी तरह फंस गई है. इस घोर प्रलय में सब कुछ बह गया लेकिन इंसानियत रह गए. അപ്പോൾ ബദ്രീനാഥിലെ ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥിലുണ്ടാക്കിയ വെള്ളപ്പൊക്കത്തെക്കുറിച്ചുള്ള ഒരു പങ്ക്തിയാണ്. അത് നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ എല്ലാം പോയിട്ടുണ്ടെങ്കിലും എന്താണ് അവിടെ അവശേഷിച്ചത്? ഇൻസാനിയത്താണ് അവിടെ അവശേഷിച്ചത്. ഇൻസാനിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യത്വം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദിക്കാം. സൈലാബിനെ കഹി ജംകർ തബാഹി മചായി. സൈലാബിനെ കഹാം ജംകർ മച്ചായി. അപ്പോൾ ഇതെവിടെയാണ് ഉണ്ടായത്? ഈ ഒരു സംഭവം കഹാം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇതൊക്കെ ഈ സംഭവം ഉണ്ടായത്? അപ്പോൾ ബദ്രീനാഥ് അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ്, ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 1 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി അടുത്തത് ദുനിയാമേ ഇൻസാനിയത്ത് ബനെ രഖിയെ സന്ദേശ് ദേത്തി ഹേ ഏക് പോസ്റ്റർ തയ്യാർ കരേ. അപ്പോൾ നമ്മൾ പോസ്റ്റർ തയ്യാറാവുമ്പോൾ അതിലൊരു സന്ദേശം എഴുതണം. നല്ല ആകർഷകമായ രീതിയിൽ ബോർഡറൊക്കെ വരച്ച് ഒന്ന് ക്രയോൺസ് കൊണ്ടൊക്കെ നല്ല മനോഹരമാക്കണം. എന്നാലേ നമുക്ക് അതിന് 4 മാർക്ക് കിട്ടുള്ളൂ. ഒരു പോസ്റ്ററിന് 4 മാർക്കാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഓരോ മാർക്കും നമുക്ക് കിട്ടുക. നല്ല വൃത്തിക്ക് നല്ല സന്ദേശമൊക്കെ എഴുതി നല്ല ബോർഡറൊക്കെ വരച്ച് ഒന്ന് കളർഫുള്ളാക്കി അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 4 മാർക്കും നിങ്ങൾക്ക് തന്നെ ലഭിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു അല്ലറ ചില്ലറ കാര്യങ്ങളും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നല്ല സന്ദേശമൊന്നും എഴുതാണ്ട് നല്ല വൃത്തിയിലൊന്നും വരച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാർക്ക് വീതം മിസ്സാവും. അപ്പോൾ നിങ്ങൾക്ക് അത് വരരുത്. നിങ്ങൾ കറക്റ്റ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എഴുതണം. ഓക്കെ, ഈ പോസ്റ്ററിൽ ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടേ ഉള്ളൂ. ഇവിടെ ബോർഡറൊക്കെ നിങ്ങൾ നല്ല അടിപൊളിയാക്കുക. ഓക്കെ, ഇൻസാനിയത് ഹി ഹമാരി സബ്സെ ബഡി താക്കത്ത് ഹെ. അപ്പോൾ ഇൻസാനിയത്ത് പറഞ്ഞാൽ മനുഷ്യത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഇൻസാനിയത്ത് ഹി ഹമാരി സബ്സെ ബഡി താക്കത്ത് ഹെ. ഹമേ ഏക് ദൂസരേക്ക് മദത് കർണി ചാഹിയെ. നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. മദത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽപ്പ് ചെയ്യണം. ഇൻസാനിയത്ത് ബനായെ രഖ്നെ സെ ഹം ഏക് ബെഹത്തർ ദുനിയ ബനാ സക്തേ ഹെ. മനുഷ്യത്വത്തിലൂടെ നമുക്ക് മെച്ചപ്പെട്ട ഒരു ലോകം സൃഷ്ടിക്കാൻ കഴിയും. ഓക്കെ, ഇത്ര എഴുതിയാൽ നമുക്ക് 4 മാർക്ക് കിട്ടും. ഇനി നമ്മുടെ 5ാമത്തെ ആക്ടിവിറ്റി നോക്കാം. നന്ന ഉല്ലു പാഠ്ക യഹ് അംശ പഠേ ഓരോ പ്രശ്നമൊക്കെ ഉത്തരല്. നന്ന ഉല്ലുവിൻ്റെ പാഠഭാഗത്തിലെ ഒരു പാസേജാണ്. അഖിലി രാത് നന്ന ഉല്ലുവിനെ അപ്നി അമ്മാസെ പൂച്ചെ. അടുത്ത ദിവസം നന്ന ഉല്ലു അമ്മയോട് ചോദിച്ചു, സമുദ്ര കിത്തിനാ ഗഹരാ ഹേ. സമുദ്രം എത്ര ആഴത്തിലുള്ളതാണ്? ബഹുത്ത് ഗഹരാ ഹേ. വളരെ ആഴത്തിലുള്ളതാണ്. അമ്മ പോലി. കിത്തിനാ ഗഹര, എത്രത്തോളം ആഴമുണ്ട്? നന്ന ഉല്ലുവിനെ പൂച്ച. നന്ന ഉല്ലു പിന്നെയും ചോദിച്ചു. അമ്മ ആസ്മാൻ കി ഓർ ദേഖ്നെ ലഗ. അപ്പോൾ അമ്മ ആകാശത്തേക്ക് നോക്കി. ആസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൈ, ആകാശം. ലഗ്ഭഗ് ഉത്തിന ഹി ഗഹരാ ഹേ ജിത്തിന ഊഞ്ച ആസ്മാൻ ഹേ. ആസ്മാൻ, ആകാശം എത്രത്തോളം ഉയരത്തിലാണോ അത്രയും ആഴത്തിലാണ് എന്ന് അമ്മ പറഞ്ഞു. നന്ന ഉല്ലു ഊപ്പർ ദേഖ്നെ ലഗ. അപ്പോൾ നന്ന ഉല്ലു മുകളിലേക്ക് നോക്കി. വഹു പൂരി രാത്ത് പേട് പർ ബൈഠ രഹ. അങ്ങനെ
ആ മുഴുവൻ രാത്രിയും പൂരി രാത്ത് എന്ന് പറഞ്ഞാൽ മുഴുവൻ രാത്രിയും മരത്തിൽ അങ്ങനെ ഇരുന്നു. നന്ന ഉല്ലു പൂരി രാത്ത് കഹാം ബൈട്ടാ രഹ, എവിടെയായിരുന്നു ഇരുന്നത്? എവിടെയാണ് ഇരുന്നത്? പേട് പർ എന്ന് നമുക്ക് എഴുതാം. ഇവിടെ തന്നെ ആൻസർ ഉണ്ട് കേട്ടോ. പേട് പർ. ഓക്കെ, പേട് പർ എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തൊരു വാർത്താലാപമാണ്. അത് നമ്മൾ സ്വയം ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എല്ലാ ആൻസറും ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ സ്വയം ചെയ്യണം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചെയ്തതിന് നമുക്ക് ആകെ പുറത്തുനിന്ന് ചെയ്യാനുള്ള ഒരു പോസ്റ്ററും പിന്നെ ഇതും മാത്രമാണ്. ബാക്കിയൊക്കെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, നോക്കാം. അമ്മ ഉല്ലു നന്ന ഉല്ലൊക്കെ ബീച്ച് വാർത്താലാപ് തയ്യാറാക്കി. അവർ തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ്. അപ്പോൾ നന്ന പുല്ലു ചോദിക്കുകയാണ്, അമ്മ ഏക്ക് ബാത്ത് പൂച്ചു, ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ അമ്മ പറയുന്നത് ഹാ പൂച്ചോ. പിന്നെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നന്ന ഉല്ലു അമ്മ സമുദ്ര കിത്തിന ഗഹരാ ഹേ. അപ്പോൾ അതിവിടെ തന്നെ ഉണ്ട്. സമുദ്ര കിത്തിന ഗഹരാ ഹേ, അതിവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ പുറത്തുനിന്ന് ഒന്നും എഴുതേണ്ടത്. സമുദ്ര കിത്തിന ഗഹരാ ഹേ. അപ്പോൾ അമ്മ ഉല്ലു പറയും ബഹുത് സി, കുറേ ഉണ്ടെന്ന്. അപ്പോൾ നന്ന ഉല്ലു ചോദിക്കും കിത്തിന ഗഹരാ ഹേ. അപ്പോൾ അമ്മ ഉല്ലു പറയും ലഗ്ഭഗ് ഉത്തിന ഹി ഗഹരാ ഹേ ജിത്തിന ഊഞ്ച ആസ്മാൻ ഹേ. അപ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്നൊന്നും എഴുതേണ്ട, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 5 മാർക്കാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അമ്മ ഉല്ലു ഹാ പൂച്ചോ എന്ന് പറയുമ്പോൾ നന്ന ഉല്ലു അമ്മ സമുദ്ര കിത്തിന ഗഹരാ ഹേ ബൗത്ത് സി, കുറേ. കിത്തിന ഗഹര എത്രത്തോളം ആഴത്തിലാണ്? ലഗ്ഭഗ് കിത്തിന ഹി ഗഹരാ ഹേ ജിത്തിന ഊഞ്ച ആസ്മാൻ ഹേ. വളരെ എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റിയാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിലെ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളിത് ഏത് ആണ് എന്ന് കറക്റ്റ് നിങ്ങൾ യോജിപ്പിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കൂ. चित्र में 2 भाई कहानी के संबंधित है. ചിത്രം के अनुसार वाक्य को क्रमबद्ध करें. അപ്പോൾ 2 ഭായ് എന്ന പാഠഭാഗത്തിലെ ചിത്രകഥയാണ്. അപ്പോൾ 2 ഭായികളുണ്ട് അല്ലേ. അവർ വയലിൽ പണിയെടുക്കുന്നു, അവർ ഇതൊക്കെ കൊയ്യുന്നു, അങ്ങനെ കൂട്ടിയിടുന്നു, എന്നിട്ട് അവർ കൊണ്ടുപോകുന്നു അല്ലേ. ഉന്നോനെ ആദാ ഗേഹു ബാട്ട്ലിയ, അതിൻ്റെ അർത്ഥം എന്താണ്? അവർ പകുതി ആക്കി. ഓക്കെ, 2 ഭായിത്തെ 2 സഹോദരന്മാരുണ്ടായിരുന്നു. ദോനോ ഫസലിലേക്ക് കർച്ചലെ, 2 പേരും ധാന്യങ്ങളെടുത്ത് വീട്ടിൽ പോയി. വ സോച്ച ഖേത്തി കർത്തേ ഹേ, അവർ സാച്ച ഖേത്തി കർത്താ ഹേ, അവർ 2 പേരും കൃഷി ചെയ്യാണ്. ദോനോനെ മിൽക്കർ ഫസൽ കാട്ടി, 2 പേരും കൂടി വിളവ് എടുത്തു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ചിത്രം കാണുമ്പോൾ. അപ്പോൾ 2 ഭായിത്തെ, അതാണ് ഈ ഫസ്റ്റ് വരുന്നത് അല്ലേ, 2 ഭായിത്തെ. പിന്നെന്താണ്? അവരെന്താണ്? വേ സാച്ച ഖേത്തി കർത്തേ ഹേ, അത് രണ്ടാമത്തേത്. പിന്നെ 2 പേരും ചേർന്ന് എന്താക്കി? ഫസൽ എല്ലാം മുറിച്ചു അല്ലേ, എല്ലാം പിന്നെ ധാന്യങ്ങളൊക്കെ അവർ കാട്ടി എന്ന് പറഞ്ഞാൽ അവർ ശേഖരിച്ചു. ദോനോനെ മിൽക്ക ഫസൽ കാട്ടി ഒക്കെ വെട്ടി ശേഖരിച്ചു. പിന്നെന്താണ്? അവർ 50-50 ആക്കി അല്ലേ, അതാണ് ഉന്നോന് ആദാ ഗേഹു ബാട്ട്ലിയ. ആദാ എന്ന് പറഞ്ഞാൽ 50-50. പിന്നെ അവർ അതെടുത്ത് എങ്ങോട്ട് പോയി? വീട്ടിൽ പോയി, ഗർച്ചലെ. ഇത്രയാണ്. അപ്പം നിങ്ങൾ വായിക്കുക, പാഠപുസ്തകം വായിക്കുക, അർത്ഥം മനസ്സിലാക്കുക. വളരെ എളുപ്പമുള്ള ചോദ്യം തന്നെയായിരിക്കും ഹിന്ദിക്ക് വരിക. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.